എൻ ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കാനുള്ള തീരുമാനത്തിൽ കോൺഗ്രസിൽ അതൃപ്തി പുകയുകയാണ്. KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും കത്തയച്ചു. ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. നിയമനങ്ങളിൽ കോൺഗ്രസും UDF-ഉം ജാഗ്രത പുലർത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ശേഷാദ്രിനാഥനെ നിയമിക്കുന്നത് സംഘപരിവാറിനെ സഹായിക്കാനാണ് എന്ന് MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന സുപ്രധാന പദവിയിലേക്ക് എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ വലിയ അതൃപ്തിയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് പുകയുന്നത്. തുടക്കം മുതൽ തീരുമാനത്തെ എതിർത്ത KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് ഹൈക്കമാൻഡ് നേതൃത്വത്തിന് മുന്നിലേക്കും വിഷയമെത്തിച്ചു. സംഘപരിവാർ പശ്ചാത്തലമുള്ള എൻ ശേഷാദ്രിനാഥന്റെ നിയമനത്തിന് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും കത്തെഴുതി. ശേഷാദ്രിനാഥന്റെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിട്ട് കണ്ട് ആവശ്യമുന്നയിക്കുകയും ചെയ്തു. സംഘികൾക്ക് പദവികൾ തീരെഴുതി കൊടുക്കാനല്ല ഈ സർക്കാർ അധികാരത്തിൽ വന്നതെന്ന കടുത്ത വിമർശനവും PM നിയാസ് പരസ്യമായി ഉന്നയിച്ചു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. ആ തസ്തികയിൽ സംഘി താല്പര്യങ്ങളുള്ള ഒരു വ്യക്തി കടന്നു വന്നാൽ അത് എങ്ങനെയാകുമെന്ന് നമുക്ക് പറയേണ്ടതില്ലല്ലോ. നിയമനങ്ങളിൽ കോൺഗ്രസും UDF-ഉം ജാഗ്രത പുലർത്തണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. അതേസമയം സർക്കാർ നീക്കത്തിനെതിരെ കടുത്ത വിമർശനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഉന്നയിച്ചു. ശേഷാദ്രിനാഥൻ എന്ന് പറയുന്ന ആൾ സംഘപരിവാർ അനുകൂലിയാണെന്നും ഞങ്ങളാരും ഉന്നയിച്ച ഒരു കാര്യമല്ല. KPCC ജനറൽ സെക്രട്ടറി തന്നെ പരസ്യമായി രംഗത്ത് വന്നു ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.